ഒരാൾക്ക് അയാൾ തന്നെ മതി എന്ന് തോന്നൽ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാൾക്ക് അയാൾ തന്നെ മതി എന്ന് തോന്നി തുടങ്ങിയാലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അവസ്ഥയിലൂടെയും അയാൾ ജീവിക്കും. ഒറ്റത്തടിയായി നിൽക്കുക എന്നർത്ഥം. മനുഷ്യൻ ഒറ്റത്തടിയല്ല, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ളതാണ് നമ്മുടെ നിർവചനം തന്നെ. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഈ പെയറിംഗ് ഉണ്ടാകുമ്പോഴേ പൂർണ്ണത ഉണ്ടാകുന്നുള്ളൂ. രാവും പകലും കൂടുമ്പോ ദിവസം ഉണ്ടാകുന്നു, രാവും പകലും കൂടുമ്പോ ദിവസം ഉണ്ടാകുന്നു. ദുഃഖവും സന്തോഷം കൂടുമ്പോ ലൈഫ് ഉണ്ടാകുന്നു. ഇറക്കവും താഴ്ചയും ഉണ്ടാകുമ്പോൾ ഭൂമിയാകുന്നു. ഒക്കെ അങ്ങനെയാണ്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകുമ്പോ മൂല്യം ഉണ്ടാവും. പ്രകൃതിയിൽ അങ്ങനെയാണ്, പരിസ്ഥിതിയിൽ അങ്ങനെയാണ്, തത്വത്തിൽ അങ്ങനെയാണ്, ലോജിക്ക് അങ്ങനെയാണ്. നാടൻ ഭാഷയിൽ ചാറും ചോറും എന്ന് പറയും. ചാറും ചോറും കൂടുമ്പോ ഭക്ഷണമാവുന്നു. അതേപോലെയുള്ളൊരു പാറ്റേൺ ആണ് ആണും പെണ്ണും, സ്ത്രീയും പുരുഷനും കൂടുമ്പോ മനുഷ്യ ജീവിതമാകുന്നു എന്നുള്ളത്. ആ ഒരു പ്രകൃതി തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എലോണായി ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു ഹറാമായ കാര്യമല്ല, പക്ഷെ ഇത് പ്രത്യയശാസ്ത്രപരമാണ്. ആ ചോദ്യകർത്താവ് അറിയാൻ ചോദിച്ചതായിരിക്കാം. ഒരാൾ തീരുമാനിക്കുന്നതാണ്, ഞാൻ സിംഗിൾ ആയിട്ടാണ് ജീവിക്കുന്നത്, വിഭാര്യനായി ജീവിക്കുന്നു എന്നൊരു പുരുഷൻ, ബാച്ചിലർ. പിന്നെയോ ഭർത്തൃമതിയായി ജീവിക്കണമെന്നൊരു സ്ത്രീയും. ഇതൊരു ഹറാമായ കാര്യമല്ല, പക്ഷേ അതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളതാണ് അവിടെയുള്ള കാര്യം. ഇപ്പൊ മഹാനായ നബവി ഇമാം കല്യാണം കഴിച്ചിട്ടില്ല. കാരണം നബവി ഇമാം കല്യാണം കഴിക്കാതിരുന്നത് വിവാഹം ഒരു മോശം ഏർപ്പാടാണ്, സ്ത്രീയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ മക്കളുണ്ടാക്കുക, ദാമ്പത്യം, കുടുംബ ലൈഫ് ഒരു മോശമാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല അദ്ദേഹം വിവാഹം ചെയ്യാതിരുന്നത്. വിവാഹം ചെയ്യുക വഴി ഫാമിലിക്ക് നേരം കൊടുക്കേണ്ടി വരും. അത്ര സമയം കിതാബ് നോക്കാനും കിതാബ് എഴുതാനും എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പ്രേരണ അതായിരുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം ദുഃഖിതനായി കാണപ്പെട്ടു. ശിഷ്യന്മാര് ചോദിച്ചു, അങ്ങെന്തിനു ദുഃഖിക്കണം? എല്ലാ മാനദണ്ഡം വെച്ച് നോക്കിയാലും അങ്ങെത്ര ഉയരത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടെന്താ, എനിക്കൊരു സുന്നത്ത് എടുക്കാൻ പറ്റാതെ പോയല്ലോ. അതെന്താണ് ആ സുന്നത്ത്? അദ്ദേഹം പറഞ്ഞു, ഹംബലി മദ്ഹബിന്റെ ഇമാം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ലൈഫിൽ, ഞാൻ വിവാഹം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ചോദിച്ചു, എന്തേ വിവാഹം ചെയ്യാതിരുന്നത്? പിന്നെ വിവാഹം ചെയ്യാതിരുന്നത്, വിവാഹം ചെയ്താൽ എന്റെ ഈ മുതാലക്കും തസ്നീഫിനും സമയം നഷ്ടപ്പെടുമല്ലോ. ഇൽമ പഠിക്കാനും അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സമയം കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിവാഹം ചെയ്യാതിരുന്നത്. ആ ഒരു മനോഗതിക്ക് ഈ പറയുന്ന സിംഗിൾ ലൈഫ്, സോളോ ലവ് എന്ന് പറയില്ല. അത് അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. ഞാൻ നേരത്തെ റാബിയത്തുൽ അദവിയെ കുറിച്ച് പറഞ്ഞല്ലോ. റാബിയത്തുൽ അദവിയക്ക് വിവാഹം ചെയ്യണമെന്നുണ്ട്, പക്ഷേ വിവാഹം ഞാൻ ചെയ്യുകയാണെങ്കിൽ അള്ളാന്റെ സ്ഥാനം കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയാണ്. ആ അർത്ഥത്തിലുള്ള സിംഗിൾ ലൈഫ് ഇസ്ലാമിൽ ഹലാലാണ്. പക്ഷെ ടെക്നിക്കലി അതിന് സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ സോളോ ലവ് എന്ന് പറയില്ല. ഈ സിംഗിൾ ലൈഫും സോളോ ലവും ഇന്നൊരു ഐഡിയോളജിയുടെ ഭാഗമാണ്. അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിനെ സ്നേഹിക്കലോ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തെ സ്നേഹിക്കലോ കിതാബ് പഠിക്കലോ ഇൽമ പഠിക്കലോ ഒന്നുമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ശരീരം തന്നെ ആസ്വദിക്കാൻ മാത്രം സാധ്യതയുള്ള ഒരു വസ്തുവാണല്ലോ എന്നുള്ളതാണ്. എന്തിന് മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മൾ പോയി നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെറുതാകണം? എനിക്ക് സുഖിക്കാൻ എന്റെ ബോഡി പോരെ, എനിക്ക് യാത്ര ചെയ്യാൻ ഞാൻ ഒറ്റക്ക് പോരെ, മെന്റലി ഞാൻ ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലേ എന്ന് പറയുന്ന മനോഗതി ഇസ്ലാമിൽ ഒരിക്കലും സമ്മതമല്ല. സമൂഹം ഇല്ലാതാകും. ആ ടെൻഡൻസിയുടെ ഒരു മൂർധന്യ ഭാവമാണ് പുതിയ തലമുറയിലുള്ള കല്യാണത്തോടുള്ള ചതുർത്ഥി. നല്ലൊരു ശതമാനം പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾക്കിടയിലുള്ള ഒരു ടെൻഡൻസിയാണ് സിംഗിൾ ലൈഫിനോടുള്ള താല്പര്യം. എത്ര കാലം സിംഗിൾ ലൈഫ് നയിക്കും? എത്ര കാലം നയിക്കും?
സിംഗിൾ ലൈഫ് നയിച്ചിട്ട് ജയിച്ച ഒരു സൊസൈറ്റി ലോകത്തില്ല. ഒരു സിസ്റ്റം, എനിക്ക് തോന്നുന്നത് സമയം എപ്പോഴാണ് നിർത്തേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ്. ഞാനിങ്ങനെ അവരെ പോവാ. ഇപ്പൊ എത്ര മണിയായി? എന്തേ പറഞ്ഞത്? നമ്മുടെ വിഷയം എന്തായാലും സിംഗിൾ. ഒരു സിസ്റ്റം ശാസ്ത്രീയമാവുന്നത് ഏതും ട്രയൽ ആൻഡ് കറക്ഷൻ മെത്തേഡ് എന്ന് പറയും. തെറ്റ് തിരുത്തി ശരിപ്പെടുത്തി അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹത്തെ കണ്ടു. ഇന്നേ വരെ ലോകത്ത് മതപരമോ മതേതരമോ നിർമ്മതമോ നിരീശ്വരവാദപരമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൊസൈറ്റിയും സിംഗിൾ ലൈഫ് നടത്തിയിട്ട് ജയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കോമൺ സാർവത്രിക ഒരു രീതിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ സമൂഹത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈക്കോകൾ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ കുഴപ്പമില്ല, അത് അവർക്ക് പോയി എന്നേ ഉള്ളൂ. അതേസമയം അതൊരു സാമൂഹികമായ ഒരു കഷ്ടമായി മാറുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കണ്ടേ? പ്രത്യുൽപാദനം ഉണ്ടാകും. അപ്പൊ പിന്നെ പ്രത്യുൽപാദനം നടത്താൻ കല്യാണം വേണ്ടല്ലോ എന്നാണ് വാദമെങ്കിൽ അപ്പൊ പിന്നെ മാരകമായ പ്രശ്നം ഉണ്ടാവും. മനുഷ്യ സമൂഹം മേൽവിലാസമില്ലാത്ത രണ്ടു കാലുള്ള മൃഗങ്ങൾ മാത്രമായി അധപ്പതിക്കും. ആപ്ലിക്കേഷൻ ഫോമുകളിൽ പാരന്റ്സ് എന്ന കോളം വെട്ടേണ്ടി വരും. സാമൂഹികമായി മനുഷ്യന്റെ അന്തസ്സിനെ ബാധിക്കും. മനുഷ്യൻ ആത്മീക ജീവിയാണ്, ജൈവിക ജീവിയാണ്. കേവലം ഭക്ഷണം കഴിച്ചാൽ മാത്രം മനുഷ്യന് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഒരു പരിധിയാകുമ്പോ സംതൃപ്തി, മനുഷ്യന്റെ ബുദ്ധി മനുഷ്യനെ വന്ന് വേട്ടയാടും. ഇത് ശരിയാണോ? ഇങ്ങനെയാണോ വേണ്ടത്? ഇത് ശരിയല്ലല്ലോ, ഇതിനേക്കാൾ മറ്റൊരു ശരി മറ്റൊന്നുണ്ടല്ലോ, മനോരോഗിയാകും. ഇതൊക്കെ ആയതുകൊണ്ടാണ് ലോകത്ത് ഒരു ജനതയും സിംഗിൾ ലൈഫ് നടത്തിയിട്ട് ജയിച്ചിട്ടില്ല, വിവാഹരഹിത ജീവിതം നടത്തിയിട്ട് ജയിച്ചിട്ടില്ല എന്നുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു കറന്റ് യാഥാർത്ഥ്യമാണ്. ലോകത്തൊരു സമൂഹമില്ല. മാത്രമല്ല, ഞാൻ ആ വിഷയം തന്നെ പറഞ്ഞ നേരം കളയുകയല്ല. ഇപ്പൊ പല ഈ വെസ്റ്റേൺ സെക്കുലർ രാജ്യങ്ങളിൽ കല്യാണം മാരേജ് രണ്ടാം ഘട്ടത്തിലും ഇതിലൊരു വേർഡ് കൂടിയുണ്ട്, ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ ഒന്നാം ഘട്ടത്തിലുമാണ്. പക്ഷെ നമ്മുടെ ഈ ലോകത്തെ ഈ സെലിബ്രിറ്റികൾ, സ്പോർട്സ് മേഖലയിലും സിനിമാ മേഖലയിലൊക്കെയുള്ള, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ആ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലൈഫ് നോക്കിയാൽ എല്ലാ ആണുങ്ങളാണെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടാകും, സ്ത്രീകളാണെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടാകും, ഒന്നല്ല പലതുണ്ടാകും. ഈ പലരുടെ കൂടെയും ഡേറ്റിംഗ് നടത്തും, അല്ലെ ലിവിങ് ടുഗദർ നടത്തും. എന്നിട്ട് കൂടുതൽ കംഫർട്ടായ ഒന്നുമായി വിവാഹം ചെയ്യും. വിവാഹം ചെയ്യാതിരിക്കുന്നില്ല. കാരണം ഒരു 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഒരുപക്ഷെ ലിവിങ് ടുഗദർ ആയിരിക്കും. പക്ഷെ ഒരു 40-45 വയസ്സാകുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ മെറ്റബോളിക് ഘടന തളർന്നു വരും, മാനസികമായി വീക്കാകും. ആരെങ്കിലും ഒന്ന് താങ്ങണം, തലോടണം, പരിചരിക്കണം, ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി തോന്നും. അങ്ങനെയാകുമ്പോ ആരുടെയൊക്കെ കൂടെയാണോ താമസിച്ചത് അതിൽ നിന്ന് കൂടുതൽ കംഫർട്ടായ, ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്, കൂടുതൽ കംഫർട്ടായ ഒരാളെ സെലക്ട് ചെയ്ത് വിവാഹം ചെയ്യുന്നു. ലോകത്തിന് ഒന്നാം ഘട്ടത്തിൽ സിംഗിൾ ലൈഫോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറോ നടത്തുന്നവരും രണ്ടാം ഘട്ടത്തിൽ വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് ഈ വിവാഹരഹിത ജീവിതം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ പറയുന്ന ലിബറലുകൾ കൊണ്ടുവരുമ്പോ അതിനോളം അപകടം പിടിച്ച മറ്റൊരു രീതിയില്ല. പിന്നെ എനിക്കൊരു നാട്ടിൻ പുറത്ത് വന്ന് പറയുന്നതിനൊരു പരിമിതി ഉണ്ടല്ലോ. മനുഷ്യന്റെ ഈ ചോദ്യം ഒരു അക്കാദമിക് ചോദ്യം ആയതുകൊണ്ട് ആ സെൻസിലൊരു മറുപടി കൂട്ടിച്ചേർക്കാതെ വയ്യ. മനുഷ്യർക്ക് ശാരീരികമായ ആവശ്യം ഉണ്ടാകും, തീർച്ചയാണ്. അപ്പൊ ഈ സിംഗിൾ ലൈഫ്, സോളോ ലവ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് മറികടക്കാൻ ചെയ്യുന്ന ചില പ്രാക്ടീസുകൾ ഉണ്ടാകുമല്ലോ, പരിഹാരക്രിയകൾ. അതൊരു പരിധിയാകുമ്പോൾ അതൊരു മനോരോഗമായി മാറും, അഡിക്ഷൻ. ഞാനത് മലയാളത്തിൽ വിശദീകരിക്കുന്നില്ല. ലിവിങ് ടുഗദർ, മാരകമായ പ്രശ്നങ്ങൾ അവിടെയും ഈ പറയുന്ന ഒരു സെൻസിൽ വരും.
ഒരു സ്ത്രീയുടെ ഉടൽ തേടിയിട്ട് ബോയ് ഫ്രണ്ട്സ് വരും. എത്ര കാലം? അത് ഉടയുന്നത് വരെ. എടുക്കാ ചരക്കാകുന്നൊരു കാലം വരുമ്പോ വിഷാദത്തിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകും. ഇനി ആർക്കും വേണ്ട. പണ്ട് മുത്തിന് പോയതാണ്, ഇപ്പൊ മുതിരക്ക് പോലും പോകുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, മുത്തിന് പോയിരുന്നത് ഇപ്പോ മുത്താരിക്കാണ് പോകുന്നത്. ആദ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഡിമാൻഡ് ഇല്ല. ഇതൊക്കെ ഞാൻ എന്റെ ഒരു ഊഹാപോഹമല്ല, ഹൈപ്പോത്തറ്റിക്കലായി പറയല്ല, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അപ്പൊ വിവാഹം ഇസ്ലാമിൽ സുന്നത്തായ അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട അമലാണ്. ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ എനിക്ക് വിവാഹം വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലല്ലാതെ, അള്ളാഹിനെ സ്നേഹിച്ച അർത്ഥത്തിലല്ലാതെ, ഈ പറയുന്ന അന്തം കെട്ട അജ്ഞതയുടെ ഉടമസ്ഥരായ ആധുനികതയുടെ വക്താക്കൾ പറയുന്നത് കേട്ട് പറയുന്ന ഒരു രീതിയുണ്ടെങ്കിൽ എന്റെ വിനീതമായ അഭിപ്രായത്തിൽ അത് അള്ളാഹുവിനും റസൂലിനും എതിരായിട്ടുള്ള പരാമർശമാണ്. റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുന്നത്തിൽ ഒന്നാണ് നിക്കാഹ്. നിക്കാഹ് ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യണം, അധികം താമസിക്കാതെ ചെയ്യണം. ഗവൺമെന്റ് പറയുമ്പോ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ നാട്ടിൽ 18 വയസ്സാണ് നിയമം. എന്തേ പെൺകുട്ടികളെ 18-ൽ കെട്ടിച്ചാൽ എന്തേ പ്രശ്നം? 18-ാം വയസ്സിൽ പെൺകുട്ടികൾക്ക് വഴങ്ങിയാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. എല്ലാ പെൺകുട്ടികളും വെയിറ്റിംഗിലാണ്. 25, 26, 28 ഞങ്ങളുടെ നാട്ടിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുകയല്ല. കല്യാണം കഴിക്കുക വഴി പെൺകുട്ടികൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, തെറ്റിദ്ധാരണയാണ്. ഭർത്താക്കന്മാര് പഠിപ്പിക്കണം, ഭർത്താക്കന്മാര് പഠിപ്പിക്കണം. ഫാത്തിഹ പഠിപ്പിക്കൽ മഹറായി നിശ്ചയിച്ചിരുന്നു ആദ്യകാലത്ത്. തഅലീം മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിധി എന്ത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇത് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദ്യകർത്താവിന് അറിയും. സദസ്സിൽ നല്ലൊരു ശതമാനം ചിലപ്പോൾ അറിയണമെന്നില്ല. അതാണ് ഇതിന്റെ ഒരു പരിമിതി. ട്രാൻസ്ജെൻഡർ ആയാൽ എന്ന് പറയുമ്പോൾ അവിടെ പല വിഷയമുണ്ട്. പൂർണ്ണമായി ആ വ്യക്തിയുടെ സ്വത്വം തന്നെ മാറിയാൽ, ഒരു മെയിൽ ഫീമെയിലായി ട്രാൻസ് വുമണായി, അല്ലെ ഒരു ഫീമെയിൽ മെയിലായി ട്രാൻസ് മാനായി, അത് പൂർണ്ണമായി മാറിയാൽ ഇസ്ലാമിലെ വിധി എന്താണ്? വൽ മുഅ്തബറു ഫിൽ മംസൂഹി ഇൻ ബുദ്ദിലത്ത് ദാതുഹു അൽ മംസൂഹു ഇലൈഹി. അതാണ് ഫിഖഹിന്റെ ഇബാറത്ത് തന്നെ. ട്രാൻസ് ജെൻഡർ പൂർണ്ണമായി സ്വത്തം മാറിയാൽ, ഇൻ ബുദ്ദിലത്ത് ദാതുഹു, ആണ് പെണ്ണായി, പെണ്ണ് ആണായി. അവിടെ അതിന് ഉദാഹരിച്ചത് കദമിൻ സാറ ലബന. തുഹ്ഫയിൽ ഇബാറത്ത് അങ്ങനെയാണ്. കദമിൻ സാറ ലബന, ഒരു പാല്, ഒരു രക്തം പാലാകുന്നത് പോലെ. രക്തം എന്ന് വേറെയാണ്, പാലെന്ന് വേറെയാണ്. ഇങ്ങനെ രണ്ട് ഐഡന്റിറ്റി ആകുന്ന അത്രയും വ്യത്യാസപ്പെട്ടാൽ അവിടെ പരിഗണനാൽ മംസൂഹ് ഇലൈഹി. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ ട്രാൻസ്ഫേർഡ് ജെൻഡർ ആണ് പരിഗണന. അപ്പൊ ആണ് പെണ്ണായി മാറിയാൽ പെണ്ണായി കൂട്ടണം, പെണ്ണ് ആണായി മാറിയാൽ ആണായി കൂട്ടണം. ഇത് മാത്രം പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതൊരു സ്വാഭാവികമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പ്രോസസ്സാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പറയുമ്പോൾ കുറച്ച് പറയേണ്ടി വരും. പക്ഷെ ഇത് മുഴുത്ത ഹറാമാണ്. ഒരു സ്ത്രീ പുരുഷനാവലും ഒരു പുരുഷൻ സ്ത്രീയാവലും ഹറാമാണ്. എത്രത്തോളം ഹറാം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതൊരു പൈശാചികതയാണെന്നുള്ളതാണ്. ലോകത്ത് ശൈത്താന്മാര് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ഏർപ്പാടാണ് ട്രാൻസ്ജെൻഡറിങ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ. എല്ലാ നബിമാർക്കും ഞാൻ ശത്രുക്കളെ നിശ്ചയിച്ചു. ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള ശത്രുക്കളെ. യൂഹി ബഅദുഹും ഇലാ ബഅദ്, എന്നിട്ട് ഈ ശൈത്താന്മാരും മനുഷ്യന്മാരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അവര് ചില സിദ്ധാന്തങ്ങൾ സമൂഹത്തോട് പറയും. സുഖ്റുഫൽ ഖൗൽ,
കേൾക്കുമ്പോൾ അതിമനോഹരമായ ക്യാച്ചിങ് സിദ്ധാന്തങ്ങൾ അവർ സമൂഹത്തിന്റെ മുമ്പിൽ പറയും. പക്ഷെ അത് ചതിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും മാത്രം, ഒരു 70 കൊല്ലത്തിന്റെ ഇപ്പുറം മാത്രം മനുഷ്യ സമൂഹം കേട്ട, അതിനു മുമ്പ് ലോകത്തെ ഒരു മനുഷ്യനും കേൾക്കാത്ത സിദ്ധാന്തമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആർഗ്യുമെന്റ്. എന്നിട്ട് ന്യൂട്രൽ ജെൻഡർ ഒരു പരിധിയാകുമ്പോൾ ഒന്നുകിൽ ആണിലേക്കും അല്ലെങ്കിൽ പെണ്ണിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന അതിഭീകരമായ കൃത്യം. ഈ ചോദ്യകർത്താവിന് ഒരിക്കലും സംശയം വേണ്ട. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ചോദിച്ചിരിക്കണം. ചെറിയ മാനസികമായി ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ ആൺകുട്ടികൾക്ക് ഫീമെയിൽ സിൻഡ്രോങ്ങൾ ഉണ്ടാകും. പെൺകുട്ടികൾക്ക് ഹോർമോൺ വ്യതിയാനം കൊണ്ട് മെയിൽ സിൻഡ്രോംസും ഉണ്ടാകും. അത് തെറാപ്പി കൊണ്ട് മാറ്റാം, കൗൺസിലിംഗ് കൊണ്ട് മാറ്റാം, ഗ്രൂമിംഗ് കൊണ്ട് മാറ്റാം. ഇനി മാറ്റാതെയും ജീവിക്കാം. അതേസമയം ഈ ചെറിയൊരു ഇഷ്യൂവിന് ഒരു എൻഡോക്രൈനോളജി ഡോക്ടറെയും വേണ്ട, അതിനപ്പുറം ഒരു സൈക്കാട്രിസ്റ്റിനെയും പോയി കണ്ടാൽ തീരാവുന്ന ഒരു വിഷയത്തെ 10-12 മേജർ സർജറികൾ നടത്തിയിട്ടാണ് ജെൻഡർ മാറ്റുന്നത്. അപ്പൊ അതൊരു ട്രെൻഡായി മനസ്സിലാക്കേണ്ടതാണ്. 10-12 സർജറികൾ ഇന്നത്തെ ഒരു കോസ്റ്റ് വെച്ചാൽ 40-50 ലക്ഷം രൂപ ചെലവ്. എന്നാൽ പൂർണ്ണമായി മാറുമോ? ഒരു പെണ്ണ് ആണായാൽ സമൺ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശുക്ലം ബീജം ഉണ്ടാവുന്നില്ല മീൻസ് ഉണ്ടാവൂല എന്നുള്ളതല്ല. നോർമലി ഇന്നത്തെ ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ അവിടെ എത്തിയിട്ടില്ല, എത്തൂല എന്നൊന്നും പറയുന്നില്ല. ഓക്കെയാണ്, സയന്റിഫിക്കലി നടക്കും തന്നെയാണ്. ഇനി ഒരാൺ സ്ത്രീ ആയാൽ ഗർഭം ധരിക്കാനും നിലവിൽ പറ്റുന്നില്ല, മൂത്രയിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ പിന്നീട് വന്നിട്ട് കുമ്പസരിക്കുന്നത്. വേദനിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഒരാവേശത്തിന് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരു പെണ്ണിന്റെ സ്ഥാനം ബ്രസ്റ്റ് കട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരാളുടെ ഉള്ളിൽ ഈ തോന്നല് വേണ്ട, അതുകൊണ്ടാണ് ഈ സീരിയസ് ആയിട്ട് പറയുന്നത്. ബ്രസ്റ്റ് കട്ട് ചെയ്തിട്ട് ആണിന്റെ ഹോർമോൺ സ്വീകരിക്കുന്നു. അല്ലേ? അപ്പൊ സ്വാഭാവികമായി രോമം കിളിർക്കും, ശബ്ദം പരിവരുത്താവും, നെഞ്ച് വികസിക്കും. പക്ഷെ ഒരു കണ്ടീഷനിൽ ഈ പെണ്ണിന് തോന്നുകയാണ് എനിക്ക് പെണ്ണായിട്ട് തന്നെ തിരിച്ചു പോകണം. മുറിഞ്ഞു പോയ ബ്രസ്റ്റ് പിന്നെ പരലോകത്തുനിന്ന് കിട്ടിയാലായി, ഇഹലോകത്തുനിന്ന് കിട്ടില്ല. കോഴിക്കോടൊരു വിഷയം ഉണ്ടായി, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അച്ഛൻ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണിന് ആണാകാൻ മോഹമായതാണ്. ബ്രസ്റ്റ് കട്ട് ചെയ്തു, ആണിന്റെ ഹോർമോൺ സ്വീകരിച്ചു. പക്ഷെ ലൈംഗികാവയവം വജീന അതങ്ങനെ തന്നെയുണ്ട്, ഗർഭപാത്രം അവിടെ തന്നെയുണ്ട്. അതേ കോഴിക്കോട് തന്നെ വേറെ ആണിന് പെണ്ണാകാൻ ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്തു? പെണ്ണിന്റെ ഹോർമോൺ സ്വീകരിച്ചു, ആണിന്റെ അവയവമൊക്കെ അവിടെ വെക്കുകയും ചെയ്തു. ഇവർ പരസ്പരം ബന്ധപ്പെട്ടു. ഈ ആൾക്ക് ആണാകാൻ ആഗ്രഹിച്ച പെണ്ണിന് ഗർഭമായി, മക്കളായി, പ്രസവിച്ചു. അപ്പൊ ചാനലുകാരൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഈ ചോദ്യം വരുമ്പോൾ എനിക്ക് പരിമിതിയുണ്ട്. ഒന്നെങ്കിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വിട്ടേരി. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോ ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്താ സങ്കടം എന്നറിയോ? ഇനി ഞാൻ ഈ കുട്ടിക്ക് കുപ്പിപ്പാല് കൊടുക്കേണ്ടി വരുമല്ലോ, എന്റെ ബ്രസ്റ്റ് പോയല്ലോ. അപ്പോ ഒരാവേശത്തിന് അത് ചെയ്തിട്ട് തിരികെ വരുന്ന സാധനമല്ലത്. അപ്പൊ അത്രയും അപകടകരമായിട്ടുള്ള സംഗതിയാണ്. അവയവദാനം ഇസ്ലാമിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന, റീജനറേറ്റ് ചെയ്യപ്പെടുന്ന അവയവങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. കരള് മുറിച്ച് സ്വല്പം ഭാഗം പാർട്ട് കൊടുത്താലും റീജനറേഷൻ രണ്ടാമത് വരും.
ബ്ലഡ്, രക്തത്തെ ഇസ്ലാം ഒരു അവയവമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവയവത്തെ രക്തമായിട്ടും കാണാം, തിരിച്ചു മറിച്ചും കാണാം. ബ്ലഡ് നമ്മൾ ദാനം ചെയ്താലും രണ്ടാമത് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാം. അതേസമയം രണ്ടാമത് കൊടുത്താൽ പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവയവങ്ങൾ അതിന്റെ ഉടമസ്ഥതാവകാശം അള്ളാഹുവിനായതുകൊണ്ട് കൊടുക്കാൻ പാടില്ല. തെറ്റ് സംഭവിച്ചു പോകും. ഞാൻ ചോദ്യം വായിക്കാത്തത് ചോദ്യകർത്താവിന് മനസ്സിലായാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. തെറ്റും ശരിയും ഏതാണെന്ന് ബോധ്യമായിട്ടും തെറ്റെന്തുകൊണ്ട് സംഭവിക്കുന്നു? തെറ്റ് സംഭവിക്കുന്നുള്ളത് തന്നെയാണ് ഇസ്ലാമും പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരികയും എന്നിട്ട് അവർ പശ്ചാത്താപം നടത്തുമ്പോൾ അള്ളാഹു അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഒരു ഹദീസുണ്ട്. അതൊരു കാൽപ്പനികമായ ഹദീസാണ്. അപ്പം മനുഷ്യൻ സ്വാഭാവികമായി മലക്കല്ല. മലക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നാച്ചർ തന്നെ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അമ്പിയാക്കളുടെ നാച്ചർ പാപസുരക്ഷിതരായിരിക്കുക, മഅ്സൂം എന്ന് പറയും. മലക്ക് മഹ്ഫൂൽ എന്ന് പറയും. മലക്ക് മത്ബൂആൻ, മത്ബൂഉൻ ബിൽ ഖൈർ, അവർ നന്മയെ ചെയ്യും. അമ്പിയാക്കന്മാർ മഅ്സൂം, തെറ്റ് ചെയ്യില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ മഹ്ഫൂദീങ്ങളാണ്. തെറ്റ് ചെയ്യാൻ വിചാരിച്ചാലും അതിനുള്ള അവസരം നിഷേധിക്കപ്പെടും. സാധാരണക്കാരായ ആളുകൾ തീർച്ചയായും തെറ്റ് ചെയ്യുന്നല്ല, ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികത. അങ്ങനെയാകുമ്പോൾ തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു. ഈ ഒരു നാച്ചുറൽ ആയിരിക്കും. ബ്ലോക്ക് അൺബ്ലോക്ക്, ബ്ലോക്ക് അൺബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ. ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് കരുതും, 2 ആഴ്ച പിടിച്ചു നിൽക്കും, 40 ദിവസം പിടിച്ചു നിൽക്കും, ഒരു 6 മാസം പിടിച്ചു നിൽക്കും, പിന്നെയും തെറ്റ് സംഭവിച്ചു പോകും. അപ്പൊ അടുത്ത തൗബ. ഇങ്ങനെ നിരന്തരം തൗബ ചെയ്യുമ്പോൾ അതാണ് അതിന്റെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട്. ഒടുവിൽ പിശാച് തോറ്റുപോകുന്നതാണ്. പിശാചാണ് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിശാചിൻ്റെതായ ഒരു ബുദ്ധി ഉണ്ടല്ലോ. ഇയാളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചാൽ ഫലത്തിൽ നമുക്ക് നാശാണ്. അരമണിക്കൂർ തെറ്റ് ചെയ്യും, 6 മാസം തൗബ ചെയ്യും, നമുക്ക് നഷ്ടമാണ്. ഇയാളെ ഇനി വടക്കാക്കാൻ നമ്മൾ വേക്കിൽ പോകണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ആൾ നന്മയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് കരുതിയിട്ട് രോഗികളാവേണ്ട, ആത്മഹത്യാ പ്രവണത കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയൊക്കെ ടെൻഡൻസികളുണ്ട്. പിന്നെ നമ്മളൊരു മോശക്കാരാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പുറത്തു തരുന്ന ഇസ്ലാമിലെ തൗബ, പാപിയുടെ തീർത്ഥയാത്രയായ തൗബ, അതിമനോഹരമായ ഒരു കൺസെപ്റ്റാണ്, ഒരു സങ്കല്പമാണ്. ആദിപാപ സങ്കല്പമൊന്നും പരിശുദ്ധ ഇസ്ലാമിലില്ല. 100 ആളെ കൊന്ന ആൾക്കും അള്ളാഹു തൗബ കൊടുത്തു എന്നൊക്കെ വലിയ വലിയ കഥകളിൽ നമ്മൾ കേൾക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. അതായത് പുരുഷന് ഇദ്ദ വേണ്ടെന്ന് ചോദിച്ചാൽ അത് വേറെ ചർച്ചയിലേക്ക് സ്ലിപ്പാകും. ഒറ്റ വാക്കിനെ പറഞ്ഞാൽ പുരുഷന് 1-ലേറെ വിവാഹം ചെയ്യാം. അപ്പൊ ഒരു ഭാര്യ മരിച്ച് 4 മാസവും 10 ദിവസവും ഇവിടെ ഇദ്ദയിലിരുന്നാൽ അടുത്ത ഭാര്യയും കുട്ടികളും എന്താകും എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തരം. അങ്ങനെയും സാധ്യതയുണ്ട്. ഒന്ന്, അപ്പോ പുരുഷൻ ഇദ്ദ ഇല്ല. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ അത് ഖിവാമയെ വിശദീകരിച്ചു. പുരുഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റുള്ളവരെ പുലർത്തുക എന്നുള്ളത്, സ്ത്രീക്കില്ല. അപ്പൊ ഇനി ഭാര്യ മരിച്ചാലും മക്കളും കുടുംബവും കാര്യമൊക്കെ ബാക്കിയുണ്ട്, അവരെ പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ ആത്യന്തികമായി ഇസ്ലാമിലുള്ള എല്ലാ അമലുകളും തഅബ്ബുദി എന്ന് പറയും. തഅബ്ബുദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം അതാണ്. അള്ളാഹു അങ്ങനെ നിയമമാക്കി എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോ അതാണ് ആദ്യം നിങ്ങൾ പറയേണ്ടതിനും. അപ്പൊ ഞാൻ അങ്ങ് വാങ്ങുന്നു. സോറി, ഞാൻ ഓർത്തില്ല. അപ്പോ എന്നേക്കാൾ എന്റെ കാര്യത്തിൽ കൺസേൺ ഇതിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ജമാലുദ്ദീൻ സാഹിബിനാണ്. മഷ്കൂർ. ശരിക്കുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹം തന്നെയാണ്. കാരണം പ്രസംഗിക്കാൻ നിന്ന ഞാൻ എൻ്റെ ചില സംഗതികൾ മറന്നു, ട്രെയിനിന്റെ സമയവും കാര്യങ്ങളും. അദ്ദേഹം അത് കറക്റ്റ് ഓർത്ത് ഒരു പ്രാവശ്യം അദ്ദേഹം തിരുത്തി. പക്ഷെ എന്നിട്ടും അദ്ദേഹം രണ്ടാമതും തിരുത്തി. അള്ളാഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അള്ളാഹു ഭദ്രപ്പെടുത്തട്ടെ.
ഒറ്റ വാക്ക് അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. പുരുഷന് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് അങ്ങനെ പറ്റില്ല. ഒറ്റ വാക്കിന് വായിച്ചു പോകുന്നു. +2 കഴിഞ്ഞ ഒരു വർഷത്തേക്ക് എന്താണ് എൻട്രൻസ്? ആ സഹോദരിയുടെ ആ ഉദ്ദേശം നല്ലൊരു നിയ്യത്താണ്. +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, മദീനയിൽ വെച്ച് നിക്കാഹ് നിർവഹിക്കപ്പെടണം, അതിന് ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹു ആ കുട്ടിയുടെ ആ മാതാപിതാക്കളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. പിന്നെ ഈ എക്സ്ട്രീം ഗ്രൂപ്പുകൾ, അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, അത് പറയുമ്പോൾ പറയേണ്ടി വരികയാണ്. ഏത് നന്മയെയും മിസ്യൂസ് ചെയ്യാമല്ലോ. അപ്പൊ ഇതിന്റെ ആത്മീകമായ സെൻസിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഒരു ഐഡിയോളജിയാണ്. ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. ആ സ്പിരിച്വൽ ഐഡിയോളജിയെ പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമായി, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന് ഞാൻ പറയുന്നേ ഇല്ല. ഇസ്ലാമിക് പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമും ഉണ്ട്. പക്ഷേ ആത്യന്തികമായി പൊളിറ്റിക്കൽ ഇസ്ലാമോ ഇസ്ലാമിക് പൊളിറ്റിക്സോ അല്ല ആത്യന്തികത. ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, രാഷ്ട്രീയത്തിനുള്ളതുമല്ല, രാഷ്ട്രീയം കെട്ടാനുള്ളതുമല്ല, രാഷ്ട്രം സ്ഥാപിക്കാനുള്ളതുമല്ല. അഹ്ലുസുന്നക്ക് ആ വിശ്വാസമൊന്നുമില്ല. അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്. ഇസ്ലാം ആത്യന്തികമായി മനുഷ്യന്റെ മനസ്സും ആത്മാവും ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു ഇൻസാൻ കാമിലായി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവനാണ്. സ്പിരിച്വൽ ആനിമലാണ് മനുഷ്യൻ. അപ്പൊ ഈ സ്പിരിച്വൽ ഐഡിയോളജിയായ ഇസ്ലാമിന്റെ സ്പിരിച്വാലിറ്റിയെ, ആത്മീയ വശത്തെ, അതിനെ പരിഹസിച്ച് തള്ളി മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന, സേഫ് സോണിൽ പോയി അവനെ അടയിരുത്തുന്ന, മനുഷ്യനെ മയക്കുന്ന കാര്യമാണ് ആത്മീയത എന്നൊക്കെ സിദ്ധാന്തം ഇറക്കി. ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഭൂമി മുഴുവനും ഇസ്ലാം നിറക്കലാണ്, എല്ലാ രാജ്യങ്ങളെയും മുസ്ലിം രാജ്യങ്ങളാക്കലാണ് എന്നൊക്കെയുള്ള ഒരു സിദ്ധാന്തം കൃത്രിമമായി നിർമ്മിച്ച് അതിനനുസരിച്ചുകൊണ്ട് എന്നിട്ട് പിന്നീട് ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്ത് ഇസ്ലാമിനെ അള്ളാഹു കരുതുകയും പറയുകയും ചെയ്യാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. സ്വാഭാവികമായി പേര് അറിയുന്നതും അറിയാത്തതുമായി എന്തൊക്കെ എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടോ അവരുടെ പ്രശ്നം ഇസ്ലാമിന്റെ പ്രശ്നമല്ല, അവർ ഇസ്ലാമിനെ വായിച്ച പ്രശ്നമാണ്. അതേപോലെ ഈ ആധുനിക കാലത്ത് ഈ ലിബറൽ ചിന്താഗതി ഇസ്ലാമിന്റെ ഇടയിലേക്ക് കൂടി വരുന്നതിനും ഇസ്ലാമിന്റെ കുഴപ്പമായിട്ട് കാണാൻ കഴിയില്ല. അതൊക്കെ ദീർഘമായി പറയേണ്ട വിഷയമാണ്. ആധുനികത, ഞാൻ നേരത്തെ അത് പറഞ്ഞു, നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന്റെ പ്രശ്നമാണ്. നമ്മൾ അവിടെ ആത്മീയത കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്.